സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു രാമായണ ചിന്തയിലൂടെ കടന്നു പോകാം. അതായത് വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിൽ ഒരു വലിയ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി കേട്ടോ. ഒരു വലിയ ചോദ്യം വരികയുണ്ടായി. അതായത് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ രാജ്യസദസ്സിലെ അനേകം പണ്ഡിതന്മാര് അതിന് പല പല ഉത്തരങ്ങളും പറഞ്ഞു. പക്ഷെ ആ ഉത്തരങ്ങളൊക്കെ തെറ്റായിരുന്നു. അങ്ങനെ വരരുചിയുടെ മുന്നിലും ഈ ഒരു ചോദ്യം വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഈ ചോദ്യം വെക്കുകയുണ്ടായി. അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ആ കൊട്ടാരവും ആ രാജ്യമൊക്കെ വിട്ട് അനേകം പണ്ഡിതന്മാരെയൊക്കെ കാണാനായിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. അങ്ങനെ 41 ദിവസത്തിന് ശേഷം അദ്ദേഹം ഇതിന്റെ ഉത്തരവുമായി തിരിച്ചു വരികയാണ്. അങ്ങനെ അദ്ദേഹം വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിൽ വെച്ച് ഈ ഒരു ശ്ലോകം ഏതാണെന്നും ആ ശ്ലോകം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് രാമായണത്തിലെ ഏറ്റവും മുഖ്യമായ ശ്ലോകം എന്ന് പറയുന്നത് രാമം ദശരഥം വിധി എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ്. ആ ശ്ലോകം നമുക്കൊന്ന് കേട്ടു നോക്കാം. രാമം ദശരഥം വിധി മാ വിധി ജനകാത്മജാം അയോധ്യാമഠവിം വിധി ഗച്ഛതാധയതാ സുഖം. ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥവും ഈ ഒരു ശ്ലോകത്തിന്റെ സന്ദർഭവും എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും കൂടെ വനവാസത്തിനായിട്ട് പോകുന്ന സമയത്ത് സുമിത്രാദേവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് സുമിത്രാദേവി ലക്ഷ്മണനോടായിട്ട് ഒരു മാതാവ് ഒരു പുത്രനോട് പറഞ്ഞു കൊടുക്കുന്ന അതിമഹത്കരമായിട്ടുള്ള വാക്കുകളാണ് ഇത്. ശ്രീരാമനെ, നിന്റെ സഹോദരനായ ശ്രീരാമനെ നീ നിന്റെ പിതാവിന്റെ സ്ഥാനത്ത് കാണണം. അതായത് ദശരഥ മഹാരാജാവിന്റെ സ്ഥാനത്ത് കാണണം. സീതാദേവിയെ നീ എന്റെ സ്ഥാനത്ത് കാണണം. അതായത് മാതാവായ എന്റെ സ്ഥാനത്ത് കാണണം. സീതാദേവിയെ നീ മാതാവിനെ പോലെ കാണണം. ആ ഘോരവനത്തെ നീ അയോധ്യയായി കണക്കാക്കണം. അങ്ങനെ ഇതിലൂടെ നീ സന്തോഷത്തോടു കൂടി പോയി മടങ്ങി വരൂ എൻ്റെ പുത്ര എന്നാണ് സർവ അനുഗ്രഹവും ചൊരിഞ്ഞ് സുമിത്രാദേവി ലക്ഷ്മണനോടായിട്ട് പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ളൊരു വാക്കാണ് അല്ലേ? ഒരു പുത്രനോട് ഒരു മാതാവ് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും മഹത്കരമായിട്ടുള്ളൊരു വാക്കാണ് സുമിത്രാദേവി പുത്രനായ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും, പുത്രന്മാരുള്ള എല്ലാ അമ്മമാർക്കും ഇതുപോലെ നല്ല നല്ല ഉപദേശങ്ങൾ തൻ്റെ പുത്രന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോകം എന്ന് പറയുന്നത് എത്ര സുഖം, എത്ര സുരക്ഷിതവുമായിരിക്കും എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്.